കോഴിമുട്ടയുടെ വില സർവകാല റെക്കോർഡിലേക്ക്. വിപണിയിൽ മുട്ടവില 8 രൂപയിലെത്തി. മുട്ടപ്രേമികൾ വില കൂടിയതോടെ ആശങ്കയിലാണ്. കോഴിമുട്ടയ്ക്ക് പുറമെ താറാവ് മുട്ടയ്ക്ക് വില വർദ്ധിച്ചിട്ടുണ്ട്. മുട്ട ഓംപ്ലേറ്റ്, മുട്ട പുഴുങ്ങിയത്, ബുൾസൈ, മുട്ട ഇഡ്ഡലി, എന്തിന് ബ്രെഡ് ഓംപ്ലേറ്റ് പിസ്സ, മുട്ടക്കറി, കൂടാതെ മുട്ടയുടെ ആരോഗ്യ ഗുണങ്ങൾ ധാരാളമുള്ളതുകൊണ്ട് തന്നെ മലയാളികൾക്ക് മുട്ട ശരിക്കും ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഭക്ഷണ വിഭവം തന്നെയാണ്. അതിൽ പ്രോട്ടീനേറെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ മുട്ട ഇഷ്ടമില്ലാത്തവർ കുറവാണ്. എന്നാൽ ഇനി ഇതെല്ലാം കഴിക്കണമെങ്കിൽ കാശ് കാലിയാകുമെന്ന് ഉറപ്പാണ്. കാരണം മുട്ടയ്ക്ക് പൊള്ളുന്ന വിലയാണ്. ചിലപ്പോൾ 50 രൂപയിലേക്ക് വരെ ഓംപ്ലേറ്റ് വില എത്താനും സാധ്യതയുണ്ട്. പല സ്ഥലങ്ങളിലും 35 രൂപയ്ക്കൊക്കെയാണ് ഡബിൾ ഓംപ്ലേറ്റിനെ ഈടാക്കുന്നത്. സംസ്ഥാനത്ത് അത്തരത്തിലാണ് കോഴിമുട്ട വില കുതിക്കുന്നത്. കേരളത്തിലേക്ക് പ്രധാനമായും മുട്ടയെത്തുന്ന തമിഴ്നാട്ടിലെ നാമക്കലിൽ മൊത്തവില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കായ 6 രൂപ 45 പൈസയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതേ തുടർന്ന് സംസ്ഥാനത്തെ ചില്ലറ വിപണിയിലും വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഒരു മുട്ടയുടെ വില 8 രൂപ 50 പൈസ മുതൽ 10 രൂപ വരെയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നാമക്കലിൽ ദിവസേന 5.5 കോടി മുട്ടകളാണ് ഉൽപ്പാദിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നും കേരളത്തിലേക്ക് 3.5 കോടി മുട്ടയും എത്തുന്നുണ്ട്. മുട്ടയുടെ ഡിമാൻഡ് കൂടിയതും വിലയെ സ്വാധീനിച്ചുവെന്നും വിപണി വിദഗ്ധർ പറയുന്നു. അതായത് ട്രോളിംഗ് കാരണം മത്സ്യവില കുത്തനെ വർദ്ധിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്ന് മുട്ടയ്ക്കും ആവശ്യക്കാർ ഏറെയായി. മുട്ടയുടെ ലഭ്യതക്കുറവും കോഴി വളർത്തലിലെ ചെലവേറിയ ഘടകങ്ങളുമെല്ലാം വില കൂടാൻ കാരണമായെന്നും പറയുന്നു. പോരാത്തതിന് കോഴിത്തീറ്റയുടെ വില കൂടിയതും പ്രതിസന്ധി ഇരട്ടിപ്പിച്ചു. 50 കിലോയുടെ ഒരു ചാക്ക് തീറ്റയ്ക്ക് ഇപ്പോൾ 2300 രൂപ വരെയാണ് ഈടാക്കുന്നത്. പോരാത്തതിന് ഏപ്രിൽ മെയ് മാസങ്ങളിൽ കടുത്ത ചൂടായിരുന്നു. അത് കാരണം ഫാമുകളിൽ കൂട്ടമായി കോഴികൾ ചത്തത് മുട്ട ഉൽപാദനം കുറയാൻ കാരണമായെന്നും വ്യാപാരികളും കർഷകരും പറയുന്നുണ്ട്. എന്തായാലും വില വർധനവ് മുട്ടപ്രേമികളെയും സാധാരണക്കാരെയും ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. കോഴിമുട്ടയ്ക്ക് പുറമെ താറാവ് മുട്ടയ്ക്കും വില ഇരട്ടിയായിട്ടുണ്ട്. 10 രൂപയായിരുന്നു താറാവ് മുട്ടയുടെ വില. എന്നാൽ ഇപ്പോൾ 15 രൂപയ്ക്കാണ് മാർക്കറ്റിൽ താറാവിന്റെ മുട്ട വിൽക്കുന്നത്. ചില്ലറ കേന്ദ്രങ്ങളിൽ എത്തുമ്പോൾ വില പിന്നെയും ഉയരുന്ന കാഴ്ചയാണുള്ളത്. മുട്ട വില കൂടിയതോടെ ഹോട്ടലുകാരും ബേക്കറിക്കാരും മുട്ട വിഭവങ്ങൾ വെട്ടിക്കുറച്ചു. ഉള്ളതിനാകട്ടെ വില കൂട്ടി തുടങ്ങി. അവസരം മുതലാക്കി തമിഴ്നാട് ലോബി ഒറ്റയടിക്ക് മുട്ടവില വർദ്ധിപ്പിച്ചു തുടങ്ങിയതും ആശങ്ക ഇരട്ടിയാക്കി. ഇന്ധനവില വർധനവും കോഴിത്തീറ്റ വില ക്രമാതീതമായി ഉയരുന്നതും വില കുത്തനെ ഉയരാൻ കാരണമായെന്നും പറയുന്നു. എന്തിനു പറയുന്നു, ഇതോടൊപ്പം കാടമുട്ടയുടെ വിലയും ഉയർന്നിട്ടുണ്ട്. 3 രൂപയ്ക്ക് ലഭിച്ചിരുന്ന കാടമുട്ടയുടെ വില ഇപ്പോൾ 3 രൂപ 50 പൈസയായി. തീറ്റയുടെ വില വർധനവ് തന്നെയാണ് കാടമുട്ടയുടെ വില വർധനവിനും കാരണമായി പറയുന്നത്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.